പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ്. ഡിക്ലറേഷൻ എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം. ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തെയാണ് ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്? പലരും കേരളമെന്ന് പറയാറുണ്ട്, തെറ്റാണ്. കേരളം എന്ന് എഴുതണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചാലേ കേരളം ആവുള്ളൂ. അതിലേക്ക് വരാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈ മെൻറ്റർ PSCയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അടിയന്തരാവസ്ഥ എന്ന ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി 2 അടിയന്തരാവസ്ഥകളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും. ആദ്യം സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം സാമ്പത്തിക അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട് എന്ന് ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. സംസ്ഥാന അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസി ഈസ് ആൾസോ നോൺ ആസ് പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം, ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. ഈ 2 പേരുകളും പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത്? സംസ്ഥാന അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ഭരണം എന്നറിയപ്പെടുന്നത് ഏത്? സംസ്ഥാന അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയും രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും, രാഷ്ട്രപതിയാണ് അതിൻ്റെ നായകനെങ്കിലും അതിന് രാഷ്ട്രപതി ഭരണം എന്ന് പറയാറില്ല. ക്ലിയർ ആയല്ലോ? അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട പദം എന്താണെന്നറിയാമോ? പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ്. ഡിക്ലറേഷൻ എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ചാൽ തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷെ ചില കാര്യങ്ങൾ ചിലതിനോട് ചേർന്നാലേ അതിൻ്റെ റോയൽറ്റി വരുള്ളൂ. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥയുടെ വിളംബരം എന്നാണ് പറയുന്നത്. നമ്മൾ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ വാക്ക് എന്താണ്? പ്രോമുൾഗേഷൻ ഓഫ് ഓർഡിനൻസ്. കണ്ട, പ്രോമുൾഗേഷൻ ഓഫ് ഓർഡിനൻസ്, പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി, ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ അതിന് റോയൽറ്റി കിട്ടുള്ളൂ. ചില വാക്കുകൾ കേൾക്കുമ്പം തന്നെ നമുക്കൊരു സുഖകരമാകണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ശീലിക്കണം. ഇപ്പോൾ രാജാവ് കുളിക്കുന്നു എന്നാരെങ്കിലും പറയൂ? ഇല്ലല്ലോ. രാജാവ് നീരാടുന്നു എന്നല്ലേ പറയുള്ളൂ. അതുപോലെ ഒരു റോയൽറ്റി കിട്ടണം. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി. നോക്കാം നമുക്ക്. ഇവിടെ സ്റ്റേറ്റ് എമർജൻസിയിലേക്ക് കടക്കുന്നു നമ്മൾ. സംസ്ഥാന അടിയന്തരാവസ്ഥ 356 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. ശ്രദ്ധിച്ച് കേൾക്കുക. ദേശീയ അടിയന്തരാവസ്ഥയുടെ ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ അഗ്രഷൻ, സിവിൽ വാർ ആൻഡ് ആംഡ് റെബലിയൻ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്താ വരുന്നു? സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ത് ഗ്രൗണ്ടിലാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? സംസ്ഥാന അടിയന്തരാവസ്ഥ അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇവിടെ നോക്കൂ, ഒരു ഗവർണർ എന്നൊരു ആൻസർ കിടക്കുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത്. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഗവർണറല്ല, സംസ്ഥാന അടിയന്തരാവസ്ഥ ശുപാർശ ചെയ്യുന്നതാണ് ഗവർണർ. ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്, രാഷ്ട്രപതി ഭരണത്തിനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നയാളാണ് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ ഗവർണർ. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നത്. ഇനി നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡ്യൂ ടു ദി ഫെയില്യൂർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദി സ്റ്റേറ്റ്. സംസ്ഥാനം ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെടുമ്പോൾ. പോയിൻ്റാണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രപതി ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഫെയില്യൂർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദി സ്റ്റേറ്റ്. സംസ്ഥാനം ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പരാജയപ്പെടുന്നു.
ആ ഒരു സാഹചര്യം വരുന്നു. അല്ലെങ്കിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാതിരിക്കുന്നു. നമ്മുടെ ഫെഡറൽ സിസ്റ്റമാണ് നമുക്ക് നിലവിലുള്ളതെന്ന് നമ്മൾ പഠിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും സ്വയംഭരണ അവകാശമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം പോലെ അല്ല നമ്മുടെ ഫെഡറൽ സിസ്റ്റം. നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ പ്യുവർ ഫെഡറൽ സിസ്റ്റമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരേ അധികാരം. കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള അതേ അധികാരമാണ് സംസ്ഥാന ഗവൺമെൻറ്റിന്. അതാണ് ഇവിടെ സംസ്ഥാനങ്ങൾക്ക്, അതാണ് ഇവിടെ അമേരിക്കയിൽ. അമേരിക്കയിലെ ഫെഡറൽ സിസ്റ്റം അതാണ്. മനസ്സിലാകുന്നല്ലോ. ഇപ്പോൾ സ്വന്തമായി സൈന്യങ്ങൾ സംഘടിപ്പിക്കാൻ പോലും സ്റ്റേറ്റിന് അവകാശമുണ്ട്. യൂണിയനിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശം, അങ്ങനെയൊക്കെയുള്ള ചില പവർ അവിടെ സ്റ്റേറ്റിനുണ്ട്. എന്നാൽ ഇവിടെയോ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താണ് നിങ്ങൾക്കറിയാം? കോസി ഫെഡറൽ ആണ് നമ്മുടെ സിസ്റ്റം. ഇന്ത്യ ഏതിനുദാഹരണമാണ്? കോസി ഫെഡറലാണ്. ദാറ്റ് മീൻസ് മോർ പവർ ഈസ് ഗിവൺ ടു സെൻട്രൽ. കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, COVID-19 വന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. അതനുസരിച്ച് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനെ വയലേറ്റ് ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന, കേന്ദ്രം നൽകുന്ന നിർണായകമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾ പാലിക്കപ്പെടാതിരുന്നാലും ഗവർണർക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. ഈ സർക്കാരിൻ്റെ പോക്കത്ര ശരിയല്ല, ഇത് റദ്ദ് ചെയ്യണം, ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനം ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ, ഇനി കേന്ദ്ര നിർദ്ദേശം അനുസരിക്കുന്നതിന് സംസ്ഥാനം തയ്യാറാകാതെ വരുമ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നു. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവമാണെങ്കിൽ ആ സംസ്ഥാനത്ത് ഗവർണർ ശുപാർശയും രാഷ്ട്രപതി ഭരണം വേണം എന്ന്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സാഹചര്യം ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ഒന്ന് കടക്കാം. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ എത്ര സമയത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചിരിക്കണം? ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എത്ര സമയത്തിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം? 2 മാസത്തിനുള്ളിൽ. സംസ്ഥാന ഗവൺമെൻറ് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചിരിക്കണം. ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലോ 1 മാസത്തിനുള്ളിൽ. മറന്നുപോകരുത്. ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാലാവധി എത്രയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലാവധി 6 മാസമാണ്. ഇവിടെയും അത് തന്നെയാണ്, 6 മാസം. പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? 6 മാസം കൂടുമ്പം വീണ്ടും നീട്ടാം. അങ്ങനെ എത്ര കാലം വരെ നീട്ടാം? അനിശ്ചിതകാലം നീട്ടാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 6 മാസം കൂടുമ്പം നീട്ടിക്കൂടെ? നീട്ടാം. എത്ര കാലം? 3 വർഷം വരെ അങ്ങനെ നീട്ടാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം, കാലാവധി, സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 6 മാസം. പക്ഷെ പരമാവധി 3 വർഷം മാത്രമേ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം തുടരാൻ കഴിയുകയുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ പോലെ അനിശ്ചിതകാലത്തേക്ക് പാർലമെൻറ്റ് നീട്ടി കൊണ്ടുപോകുന്നത് പോലെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ സ്റ്റെപ്പിൽ എത്ര? ഒരു 3 വർഷം വരെ ആകാം കണ്ടിന്യൂസ് ആയിട്ട്. 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയും. പക്ഷെ പാർലമെൻറ്റ് വീണ്ടും അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ വീണ്ടും 6 മാസം വരും. അങ്ങനെ ഓരോ 6 മാസം നീട്ടി കൊണ്ടുപോയി 3 വർഷം വരെ സംസ്ഥാന അടിയന്തരാവസ്ഥ പരമാവധി തുടരാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റിൻ്റെ അംഗീകാരം മാത്രം പോരാ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കൂടി വാങ്ങണം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയും പാർലമെൻറ്റിൻ്റെ അംഗീകാരവും കൂടി വരുമ്പോൾ മാത്രമേ അത് 1 വർഷം കഴിഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. ഇനി നോക്കൂ, സംസ്ഥാന അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള അധികാരമാർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ഏത് സമയത്ത്? മറ്റത് പാർലമെൻറ്റ് കൂടി തീരുമാനമെടുത്ത് രാഷ്ട്രപതിയെ അറിയിക്കുക. ഇതങ്ങനെയല്ല. രാഷ്ട്രപതിക്ക് യുക്തമെന്ന് തോന്നുന്ന സമയത്ത് സംസ്ഥാന അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ
രാഷ്ട്രപതിക്ക് കഴിയും എന്നോർത്തോളുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് എവിടെ? പഞ്ചാബാണ്. 1951. അതായത് നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ നിയമമൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ആദ്യ ഇന്ത്യൻ യൂണിയൻ നിലവിൽ വരുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് അതിനു മുമ്പ് പഴയ സംസ്ഥാനങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ ബോംബെ സംസ്ഥാനമെന്നും മദ്രാസ് സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആ കാലഘട്ടത്തിൽ 51 പഞ്ചാബ് സംസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം വരുന്നത്. 1951. തെറ്റിക്കരുത്, പലരും കേരളമെന്ന് പറയാറുണ്ട്, തെറ്റാണ്. കേരളം എന്ന് എഴുതണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചാലേ കേരളം ആവുള്ളൂ. അതിലേക്ക് വരാം. നിങ്ങളോട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എവിടെ? പഞ്ചാബ്. 1951. പഞ്ചാബിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആരാണ്? നമ്മുടെ പഞ്ചാബിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിചന്ദ് ൻ്റെ ഭരണം മനസ്സിലാകുന്നല്ലോ. ആ ഗോപിചന്ദിൻ്റെ ഭരണം ഏതാണ്ട് അവസാനിച്ചു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററി രാജിവെക്കുന്നു, ആ മന്ത്രിസഭ രാജിവെക്കുന്നു. ആ മന്ത്രിസഭ രാജിവെക്കുമ്പോൾ പുതിയൊരു മന്ത്രിസഭയ്ക്ക് രൂപം കൊള്ളാൻ, പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ പരാജയപ്പെടുന്നു. കാരണം കോൺഗ്രസിൻ്റെ പാർട്ടിക്കകത്തുള്ള അന്തഛിദ്രം കാരണം പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണം വരികയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഗോപിചന്ദ് ഭാർഗവ എന്നാണ് നമ്മുടെ പഞ്ചാബിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഗോപിചന്ദ് ഭാർഗവയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെക്കുകയും പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു രാഷ്ട്രപതി ഭരണം വരുന്നത് 1951 പഞ്ചാബിൽ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചു വിട്ടുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. മറ്റതങ്ങനെയല്ല, പിരിച്ചുവിട്ടതല്ല. അവിടെ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടം വന്നു. അതായത് ഒരു മന്ത്രിസഭ രാജിവെച്ചു, മറ്റൊരു മന്ത്രിസഭ നിലവിൽ വരാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിന്ന സമയത്ത് രാഷ്ട്രപതി ഭരണം വന്നു. ഇവിടെ അങ്ങനെയല്ല. 1959 നിങ്ങൾക്കറിയാം, മനസ്സിലാകുന്നല്ലോ. 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, ആ മന്ത്രിസഭയാണ് 2 വർഷമായപ്പോൾ 1959 ജൂലൈ 31 ഡിസ്മിസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ നിങ്ങൾക്കറിയാം. വിമോചന സമരം, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സർവ്വജാതിമത സംഘടനകളും എല്ലാം കൂടി ഒരു വലിയ പ്രക്ഷോഭം നടന്ന കാര്യമൊക്കെ അറിയാം. അതിന് കാരണമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലും ഒക്കെ പലരെയും അസ്വസ്ഥപ്പെടുത്തി, പലരുടെയും സ്വസ്ഥത നശിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പല മാർഗങ്ങളിലൂടെ ഗവൺമെൻറ്റിനെതിരെ സംഘടിക്കുകയും അങ്ങനെ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് അന്ന് 1959 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു രാഷ്ട്രപതി ഭരണം വരികയാണ്. അപ്പോൾ ഈ വ്യത്യാസം നിങ്ങളത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് തന്നെ പറയണോ 1951. പക്ഷേ അവിടെ നമ്മുടെ ഭരണ സംവിധാനത്തെ ഡിസ്മിസ് ചെയ്തുകൊണ്ടല്ല വന്നത്. അവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെച്ചപ്പോൾ പുതിയൊരു മന്ത്രിസഭ നിലവിൽ വരാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം വന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. 356 വകുപ്പ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയാണ്
ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം ഡിസ്മിസ് ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. അന്ന് കേരളത്തിൻ്റെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു, അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഇദ്ദേഹമാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഈ സംസ്ഥാന രൂപീകരണ സമയത്തൊക്കെ ഒരു ആക്ടിംഗ് ഗവർണറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. PS റാവു ആണ്. PS റാവു മനസ്സിലാകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ പറയേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ ബി രാമകൃഷ്ണ റാവു, അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇനി നോക്കൂ, ആരാണ്, ഏത് രാഷ്ട്രപതിയാണ് കേരളത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്? പരീക്ഷയ്ക്ക് ചോദിക്കും. 59 കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി ഇത്ര ഓർമ്മിച്ചുള്ളൂ കേരളത്തിൻ്റെ കാര്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? 7 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. നോക്കൂ, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളുണ്ട്. ഇന്നേ വരെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡും തെലുങ്കാനയും. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഛത്തീസ്ഗഡ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. തെലുങ്കാന ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഛത്തീസ്ഗഡും തെലുങ്കാനയിലുമാണ് ഇന്നേ വരെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലാത്തത്. ഇനി നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനമേത്? നോക്കൂ, ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം മണിപ്പൂരാണ്. 2025 ഫെബ്രുവരി മാസം 11ാമത്തെ രാഷ്ട്രപതി ഭരണമാണ് അവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുള്ള 2 സംസ്ഥാനങ്ങളുടെ പേര് നമ്മൾ പറയുമായിരുന്നു. ഏതൊക്കെ? മണിപ്പൂരും അതുപോലെ തന്നെ ഉത്തർപ്രദേശും 10 തവണ വീതമായിരുന്നു. പക്ഷേ 2025 ആയപ്പോൾ ആ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 11ാമത്തെ തവണയും രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ വരികയാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. അത് കഴിഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു UP ആണ്, 10 തവണയാണ്. പിന്നെ ജമ്മു കാശ്മീരിൽ 9 തവണയാണ്. പിന്നെ പഞ്ചാബിലും ബീഹാറിലും 8 തവണ വീതം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, ഈ 2025 മണിപ്പൂരിൽ 11ാമത്തെ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതും കൂടെ ആയപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി എത്ര തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 135 തവണ 135 രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്. 135 തവണ മൊത്തം കേരളത്തിലും എല്ലാം കൂടെ ചേർത്ത് പറയുകയാണ്. ഇന്ത്യയിൽ ഇന്നേ വരെ എത്ര രാഷ്ട്രപതി ഭരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ എത്ര പ്രാവശ്യം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചെന്ന് വെച്ചാൽ 135 നോക്കൂ, കേരളത്തിൽ 7 തവണയാണ്, ഞാൻ പറഞ്ഞു കേരളത്തിൽ 7 തവണയാണ് രാഷ്ട്രപതി ഭരണം നിലവിലുള്ളത്. തുടർച്ചയായി കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലിരുന്ന ഒരു സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. തുടർച്ചയായി കൂടുതൽ, ഏറ്റവും കൂടുതൽ കാലം എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് പഞ്ചാബാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ജമ്മു കാശ്മീർ. കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മണിപ്പൂർ സംസ്ഥാനമാണ്. എന്നാൽ കേരളത്തിൽ 7 തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് 1982 മാർച്ച് 17 1982 മാർച്ച് 17 മുതൽ 1982 മെയ് മാസം 23-ാം തീയതി വരെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. അതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രപതി ഭരണം, 7ാം തവണ. ഓർക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഇതെല്ലാം. ഇനി നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ എമർജൻസി ആൻഡ് പ്രസിഡൻസ് റൂൾ. രാഷ്ട്രപതി ഭരണവും അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയും ദേശീയ അടിയന്തരാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, 352-ാം വകുപ്പും 356-ാം വകുപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിട്ടുകൊള്ളുക. നോക്കൂ ഓരോന്ന്. വൈദേശിക ആക്രമണം, യുദ്ധം, സായുധ കലാപം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ
ഇന്ത്യയുടെയോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും അല്ലെങ്കിൽ സാമ്പത്തിക ഘടനയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പൊതുക്രമത്തിന് ഒക്കെ ഭീഷണിയായിക്കൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം, വൈദേശിക ആക്രമണം, യുദ്ധം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവ ഉണ്ടാകുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാരണങ്ങൾ ഇതാണ്. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനോ നമ്മുടെ സാമ്പത്തിക ഘടനയ്ക്കോ നമ്മുടെ സാമൂഹ്യ ക്രമത്തിനോ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ പറഞ്ഞു, ഏതൊക്കെ കാരണങ്ങളാണെന്നും പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയോ? ഒരു സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രണ്ടിൻ്റെയും ഗ്രൗണ്ട് ചേർത്തുകൊണ്ട് ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭയുടെയും എക്സിക്യൂട്ടീവ്, സംസ്ഥാന നിയമസഭയും എക്സിക്യൂട്ടീവും ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുമ്പോഴും, നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഗവൺമെൻറ്റിന് നിയമസഭയ്ക്കൊക്കെ പ്രവർത്തിക്കാം, ഭരണഘടനാപരമായി പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും നോക്കൂ, സംസ്ഥാനത്തെ ഭരണത്തിൻ്റെയും നിയമനിർമ്മാണത്തിൻ്റെയും അധികാരങ്ങൾ കേന്ദ്രത്തിന് ഒരേ സമയം ലഭിക്കുന്നു. അതായത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഭരണഘടനാപ്രകാരം സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനും നിയമസഭയ്ക്കൊക്കെ വേണം പ്രവർത്തിക്കാം. പക്ഷെ അപ്പോഴും അതിന് മേൽ ഒരു അധികാരം, ആ നിയമനിർമ്മാണത്തിൻ്റെയും ഭരണത്തിൻ്റെയൊക്കെ ഒരു അധികാരം ആർക്കുകൂടി ലഭ്യമാകുന്നു? കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭ്യമാകുന്നു. എന്നാൽ നോക്കൂ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയും സംസ്ഥാന നിയമനിർമ്മാണ സഭ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്യുന്നു. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ഇല്ല, ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും. അതുപോലെ തന്നെ നിയമസഭ സസ്പെൻഡ് ചെയ്ത് കളയും അല്ലെങ്കിൽ പിരിച്ചുവിടും. ഇത് രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഒരു രീതിയാണ്, ഓർത്തോളുക. പക്ഷേ അവിടെ നോക്കുന്നു, നേരത്തെ പറഞ്ഞെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാകും, ഭരണഘടനാപരമായി അവർക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതിന്മേൽ അധികാരം ആർക്ക് വരുന്നു? കേന്ദ്രത്തിന് വരുന്നു. ഇനി നോക്കൂ, ഗവർണർ രാഷ്ട്രപതി വഴി ഭരണം നടത്തുന്നു. രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം എന്ന് പറയുമ്പോൾ ഗവർണർ വഴി രാഷ്ട്രപതി ഭരണം നടത്തുന്നു, രാഷ്ട്രപതി വഴി കേന്ദ്ര ഗവൺമെൻറ് ഭരണം നടത്തുന്നു. തത്വത്തിൽ കേന്ദ്രമാണ് ഭരിക്കുന്നതെന്ന് അർത്ഥം. അതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത. അപ്പോഴെന്താ സംഭവിക്കുന്നത്? പാർലമെൻറ്റ് സംസ്ഥാനങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്, ഒരുപാട് തവണ ചോദിച്ചുള്ളത്. സംസ്ഥാന അടിയന്തരാവസ്ഥ നിലവിലുള്ള സംസ്ഥാനത്ത് നിയമനിർമ്മാണം നടത്തുന്നതാര്? പാർലമെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? രാഷ്ട്രപതി ഭരണം നിലവിലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണം നടത്തുന്ന ആര്? പാർലമെൻറ്റ്. ശ്രദ്ധിക്കണം, വ്യത്യാസങ്ങൾ മനസ്സിലായോ? അടുത്ത മൂന്നാമത്തെ നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ കഴിയൂ. ശ്രദ്ധിക്കണം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ കഴിയൂ. അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിനോ അതോറിറ്റിയോ ഈ ചുമതല ഏൽപ്പിക്കാൻ പറ്റില്ല. നേരിട്ട് പാർലമെൻറ്റ് തന്നെ നിയമനിർമ്മാണം നടത്താം. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് രാഷ്ട്രപതിക്കോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു അതോറിറ്റിക്കോ കൈമാറാവുന്നതാണ്. മനസ്സിലാകുമ്പോൾ പാർലമെൻറ്റ് നേരിട്ട് തന്നെ നിയമം നിർമ്മിക്കണമെന്നില്ല. രാഷ്ട്രപതിയെ ചുമതലപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ രാഷ്ട്രപതി വേറൊരു അധികാരിയെ ചുമതലപ്പെടുത്തിയാൽ മതി. അങ്ങനെ നിയമനിർമ്മാണം നടത്താം. ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലാവധി 6 മാസമാണ്. അത് കഴിഞ്ഞാൽ ഓരോ 6 മാസം കഴിയുമ്പോൾ പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി അത് അനിശ്ചിതമായി തുടരാം. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാലാവധി 6 മാസമാണെങ്കിലും പരമാവധി 3 വർഷം വരെ മാത്രമേ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.
ആ ഡിഫറൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നോക്കൂ, 5-ാമത്തെ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളുമായുള്ള കേന്ദ്രത്തിൻ്റെ ബന്ധത്തിൽ ഒരു പരിഷ്കരണം വരുന്നു. ദേശീയ രാജ്യം മൊത്തത്തിൽ അടിയന്തരാവസ്ഥയുടെ കീഴിലാണ്. എല്ലാ സംസ്ഥാനങ്ങളോടുമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ ഒരു പരിഷ്കരണം വരുന്നു. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ ഏത് സംസ്ഥാനത്താണോ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് ആ സംസ്ഥാനത്തോടുള്ള മനോഭാവത്തിൽ മാത്രമേ ഒരു പരിഷ്കരണം വരികയുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളോടൊന്നും അങ്ങനെ ഒരു പരിഷ്കരണം വരില്ല. ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുമായുള്ള കേന്ദ്രത്തിൻ്റെ ബന്ധത്തിൽ ഒരു പരിഷ്കരണം വരുന്നു. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനവുമായി ഉള്ള ബന്ധത്തിൽ മാത്രമേ ഒരു പരിഷ്കരണം വരികയുള്ളൂ. ശ്രദ്ധിക്കണം, ഇതെല്ലാം പ്രധാന ചോദ്യങ്ങളാണ്. 6, ദേശീയ അടിയന്തരാവസ്ഥ പൗരൻ്റെ അവകാശങ്ങളെ ബാധിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പൗരൻ്റെ മൗലിക അവകാശങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 358 359 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി മൗലികാവകാശങ്ങൾ നിരോധിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ നോക്കൂ, സംസ്ഥാന അടിയന്തരാവസ്ഥ മൗലികാവകാശങ്ങളെ ബാധിക്കുന്നില്ല. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ പൗരൻ്റെ മൗലികാവകാശങ്ങളൊന്നും റദ്ദാക്കപ്പെടുന്നില്ല. സംസ്ഥാന അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങളൊന്നും റദ്ദ് ചെയ്യപ്പെടുന്നില്ല. നോക്കൂ, അടുത്തത്, സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പിൻവലിക്കാം. സംസ്ഥാന അടിയന്തരാവസ്ഥ നോക്കൂ, ലോകസഭയ്ക്ക് ദേശീയ അടിയന്തരാവസ്ഥ റദ്ദാക്കാൻ പ്രമേയം പാസ്സാക്കുക. ഈ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന എങ്ങനെയാണ്? ലോകസഭയിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ പ്രമേയമൊന്നും പാസ്സാക്കേണ്ട. സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പിൻവലിക്കാവുന്നതേ ഉള്ളൂ. പോയിന്റുകളൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു വയ്ക്കണം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഫിനാൻഷ്യൽ എമർജൻസി. ശ്രദ്ധിക്കണം, ഫിനാൻഷ്യൽ എമർജൻസി 360 വകുപ്പ് പ്രകാരം പ്രഖ്യാപിക്കുന്ന ഒരു അടിയന്തരാവസ്ഥയാണ്. ഇത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ ഒന്ന് ഓർത്തോളൂ. നമ്മൾ വൈദേശികാക്രമണം, യുദ്ധം, സായുധ കലാപം, നാഷണൽ എമർജൻസി. ഫെയില്യൂർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, സ്റ്റേറ്റ് എമർജൻസി. എന്നാൽ ഫിനാൻഷ്യൽ എമർജൻസി 360 വകുപ്പ് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ രാഷ്ട്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ, വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വന്നു ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അതിന് പാർലമെൻറ്റ് അംഗീകാരം നൽകിയിരിക്കണം? രാഷ്ട്രപതി ഭരണം പോലെ ഓർത്താൽ മതി. എത്ര? 2 മാസത്തിനുള്ളിൽ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം. സംസ്ഥാന അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിന് അംഗീകാരം ലഭിച്ചാൽ മതി. ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നോക്കൂ, ഇന്ത്യയിൽ ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ അടിയന്തരാവസ്ഥയേ ഉള്ളൂ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്നുവരെ ഇന്ത്യയിൽ നോക്കൂ, നമ്മൾ രാഷ്ട്രപതി ഭരണമൊക്കെ 11 തവണ മണിപ്പൂരിൽ തന്നെ മണിപ്പൂരിൽ തന്നെ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു. ദേശീയ അടിയന്തരാവസ്ഥ 3 തവണ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു. എന്നിട്ട് ഇപ്പം പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്നേ വരെ പ്രഖ്യാപിച്ചില്ല. അപ്പം ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. എന്ന് പറഞ്ഞാൽ അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ഒരു ഘട്ടത്തിൽ ഭയപ്പെട്ടു, ചിലപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുമോ എന്ന്. എപ്പോഴാണ്? നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു ഒരു ഫിനാൻഷ്യൽ എമർജൻസി വരെ സംഭവിക്കുമോ എന്ന് വരെ ഭയപ്പെട്ടു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇന്നേ വരെ ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഓർത്തോളുക, സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് കാലാവധിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ 6 മാസം കാലാവധിയാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു 6 മാസം കാലാവധിയാണ്
രാഷ്ട്രപതി ഭരണത്തിനെന്ന് പറഞ്ഞു. ഇതങ്ങനെ കാലാവധിയില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ചിലപ്പോൾ ഇനി കാലാവധി വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചാലും ആ കാലാവധി എപ്പോൾ വേണോ നീട്ടാം. ആർക്ക് നീട്ടാം? രാഷ്ട്രപതിക്ക് ഏത് സമയത്ത് ഇത് പിൻവലിക്കാമെന്ന് പറയുന്നത് പോലെ കാലാവധി നീട്ടുന്നതിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരമൊന്നും വേണ്ട. അപ്പോൾ രാഷ്ട്രപതി വിചാരിക്കുകയാണ് ഒരു 6 മാസത്തേക്ക് ഇത് പ്രഖ്യാപിക്കുകയാണെന്ന് വിചാരിക്കുക. 6 മാസം കഴിഞ്ഞ് സാമ്പത്തിക അടിയന്തരാവസ്ഥ നീട്ടണമെന്ന് തോന്നിയാൽ രാഷ്ട്രപതിക്ക് അതും നീട്ടാവുന്നതാണ്. പാർലമെൻറ്റുമായിട്ട് ആലോചിക്കേണ്ടതില്ല. അത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണ്. ഏത് സമയത്ത് വേണമെങ്കിൽ അത് പിൻവലിക്കുകയും ചെയ്യാം. ഇനി ചെറിയ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 9 ആർട്ടിക്കിൾ പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. അതിനെ ഞാൻ ഓർഡറാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 352 മുതൽ 360 വരെയുള്ള ആ 9 ആർട്ടിക്കിളും കൂടെ നിങ്ങളൊന്ന് പഠിച്ചാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പറയും. 352 ദേശീയ അടിയന്തരാവസ്ഥ, കൂടുതലൊന്നും പറയാനില്ല. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 352, അതിൻ്റെ എഫക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. 353 അടിയന്തരാവസ്ഥ വിളംബരത്തിൻ്റെ അനന്തരഫലം, എഫക്ട്സ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി. അടിയന്തരാവസ്ഥ വിളംബരത്തിൻ്റെ എഫക്ട്സ് ആണ്, അതിൻ്റെ അനന്തരഫലം പറയുന്നതാണ് 353. 354 അടിയന്തരാവസ്ഥ വിളംബരം പ്രാബല്യത്തിലിരിക്കുമ്പോൾ റവന്യൂവിൻ്റെ വിതരണം സംബന്ധിച്ച വ്യവസ്ഥകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രപതി എന്ത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ചാണ് 354 പറയുന്നതെങ്കിൽ 355 ബാഹ്യ ആക്രമണത്തിൽ നിന്ന്, ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഒക്കെ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയൻ്റെ കർത്തവ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ് രാജ്യത്ത് നിലവിലുള്ളത് എന്ന് പറയുമ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്, ഇപ്പോൾ ഒരു 3ാമത്തെ ഗവൺമെൻറ്റും ഉണ്ട്. നിങ്ങൾക്കറിയാം, ലോക്കൽ സെൽ ഗവൺമെൻറ് അല്ലേ? ലെവൽ ഓഫ് ഗവൺമെൻറ് വിച്ച് ഈസ് മച്ച് ക്ലോസർ ടു ദി പീപ്പിൾ ലിവിങ് ഇൻ വില്ലേജസ് ആൻഡ് ടൗൺ. ലോക്കൽ സെൽ ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം. അത് പിന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്നതായതുകൊണ്ട് അത് എടുത്തു പറയണമെന്നില്ല. 2 തരം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് എന്നും സംസ്ഥാന ഗവൺമെൻറ് എന്നും. ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമ്മുടെ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യം ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നോ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നോ ഒക്കെ സംസ്ഥാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? കേന്ദ്രത്തിനുണ്ട്. 355 പറയുന്നു ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന്, അതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സംസ്ഥാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയുന്നു 355. 356 പറയേണ്ട, രാഷ്ട്രപതി ഭരണം അല്ലേ? 356 കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, പ്രസിഡൻസ് റൂൾ, സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഈ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഏത് വകുപ്പിനെയാണ്, ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തെയാണ് ഡെത്ത് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്? മരണക്കത്ത്. ഡെത്ത് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ 356. 356 വകുപ്പിനെ ഡെത്ത് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചതാര്? സാക്ഷാൽ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ അംബേദ്കറാണ് 356 വകുപ്പിനെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതായത് 356 വകുപ്പ് പ്രയോഗിക്കേണ്ടത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ്. ഏറ്റവും ഒടുവിലത്തെ സ്റ്റെപ്പായിട്ട്. ഇപ്പം ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടാൽ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ച് അവരെ നന്നാക്കി നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ ഉടനെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. അതൊരു അവസാന സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവസാന സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വിനിയോഗിക്കേണ്ട ഈ 356 പലപ്പോഴും പൊളിറ്റിക്കൽ ഗെയിമിനൊക്കെ വേണ്ടിയിട്ട്, രാഷ്ട്രീയ കളികൾക്കൊക്കെ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളെയും ഭരണത്തെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന 356 വകുപ്പിനെ വിളിക്കുന്നത് ഡെഡ് ലെറ്റർ എന്നാണ്. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാം, 356 വകുപ്പിനെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറാണ്. ഓർത്തുകൊള്ളുക. 357 സംസ്ഥാനത്തിന് നിയമനിർമ്മാണത്തിൽ
നോക്കൂ, സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിനുള്ള അധികാരം. എപ്പോഴൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റിൽ കിടക്കുന്ന വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത്. പല കാരണങ്ങളുണ്ട്, അത് ലിസ്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾ വിശദമായി പഠിക്കും. ഇപ്പം നിങ്ങൾ ഓർക്കൂ, ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഈ അവകാശമുണ്ട്. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ആ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട് എന്ന് പറയുന്നതാണ് 357. 358 അറിയാം നിങ്ങൾക്ക്. 358, 359 ഞാൻ വിശദമായി പറഞ്ഞതാണ്. അതായത് അടിയന്തരാവസ്ഥ സമയം പൗരൻ്റെ മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതി ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് 358 പ്രകാരം 19ാം വകുപ്പിൽ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കുന്നു. ഇനി നോക്കൂ, 359 അതൊഴികെ മറ്റ് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുന്നതാണ് 359ാം വകുപ്പ്. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ 9 ആർട്ടിക്കിൾ, ഇതിലെ ഒരു ആർട്ടിക്കിളും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. 9 ആർട്ടിക്കിളും നമ്മൾ വിശദമായിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.